ഹലോ ഗൈസ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണം. ഇന്ന് ഞാൻ വളരെയധികം എക്സൈറ്റ്മെൻറ്റോട് കൂടി ഒരു കാര്യം പറയട്ടെ. ഞങ്ങൾ വീണ്ടും ട്രിപ്പ് പോവുകയാണ്. ഇതിപ്പോൾ ഞങ്ങളുടെ എത്രാമത്തെ ട്രിപ്പാണെന്ന് എനിക്കറിയില്ല. അപ്പം ദെൻ ഇന്ന് ഓണത്തിൻ്റെ തലേ ദിവസമാണ്, 4-ാം തീയതി. സാധാരണ ഞങ്ങൾ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്ന നോർമൽ രീതിയിലാണ്. സദ്യയൊക്കെ വെച്ചിട്ട് എല്ലാവരും കൂടി കൂടിയിരുന്ന് സദ്യ കഴിക്കുന്നു, ഓണക്കളികൾ ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇത്തവണ ഞങ്ങൾ വെറൈറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് ഓണത്തിൻ്റെ അന്നും തലേന്നും പിറ്റേന്നും ഒക്കെ ആയിട്ട് ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. കെൻറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ പോണേ. പിന്നെ ഇന്ന് വേറൊരു കാര്യം കൂടിയുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ ആൽബിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, സെപ്റ്റംബർ 1-ാം തീയതി. യൂഷ്വലി ഞങ്ങൾ ബർത്ത്ഡേൻ്റെ തലേ ദിവസം എല്ലാവരുടെയും വീട്ടിൽ പോയിട്ട് കേക്ക് മുറിക്കുക, അങ്ങനെ ഒരു പതിവുണ്ട്. പക്ഷേ ഇന്ന് പതിവിലും വിപരീതമായിട്ട് അവൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ പോയില്ല. പകരം ഞങ്ങൾ വേറെ രീതിയിൽ പ്ലാൻ ചെയ്തു. ഓൾറെഡി ഇത് എക്സ്പെക്റ്റഡ് ആണ്, കാരണം എല്ലാ പ്രാവശ്യവും നമ്മൾ എല്ലാവരുടെയും ബർത്ത്ഡേക്ക് തലേ ദിവസം പോയി കേക്ക് മുറിക്കുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ വളരെ അതിലും വെറൈറ്റി ആയിട്ട് നമ്മൾ ഇന്ന് നമ്മൾ ട്രിപ്പ് പോണേക്ക് മുന്നേ നമ്മൾ ഇന്ന് ആൽബിൻ്റെ ബർത്ത്ഡേയും കൂടി സെലിബ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ കൈ കാണിക്കുന്നു. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ അതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. പിന്നെ ആരും ഇവിടെ ഇല്ല കേട്ടോ. ഞാൻ തീർത്ഥയുടെ വീട്ടിലാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഇപ്പോൾ ഇവിടെയുള്ളൂ. ബാക്കി എല്ലാവരും കുറച്ച് പേർക്ക് ജോലിയുണ്ട്. ജോലി കഴിഞ്ഞിട്ട് അവർ വരുള്ളൂ. പിന്നെ വിവിയേട്ടനും ഹൊസാമിക്കും കൂടി നമ്മൾ വണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 9 സീറ്റർ ആണെന്ന് തോന്നുന്നു, 9 സീറ്റർ വണ്ടി. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് ലൂട്ടണിലേക്ക് പോയതാണ്. അപ്പോൾ അവരൊരു 1/4 മണിക്കൂറിനുള്ളിൽ എത്തും. ബാക്കി എല്ലാവരും ഒരു മണിക്കൂർ മാക്സിമം അതിനുള്ളിൽ എല്ലാവരും എത്തും. അപ്പോൾ അതിനുള്ളിൽ നമ്മുടെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ നമുക്ക് തീർക്കണം. അപ്പോൾ ഞങ്ങൾ ലിറ്ററലി പറഞ്ഞപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. പിന്നെ ബിൻസൺ കുറച്ച് കഴിയുമ്പോൾ വരും, 8:45 ആകുമ്പോൾ അവരും വരും. അപ്പോൾ എന്തായാലും നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽബിൻ എത്തുന്നതിന് മുന്നേ നമ്മുടെ പരിപാടികളെല്ലാം തീർത്ത് വയ്ക്കണം. അവനെ സർപ്രൈസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. സർപ്രൈസ്ഡ് ആവില്ല എന്നൊക്കെ കണ്ടറിയാം. അവനായതുകൊണ്ട് എനിക്ക് വലിയ പ്രതീക്ഷയില്ല. അപ്പോൾ ഞാൻ ഡെക്കറേഷൻ പരിപാടികൾ കാണിച്ചു തരാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വ്ളോഗ്. ഒരു 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് എന്തോ പോപ്പേഴ്സോ അങ്ങനെ എന്തോ സാധനമാണ്. ഇതെങ്ങനെ പൊട്ടിക്കാം എന്ന കൂലങ്കൃഷ്ണമായ ചർച്ചയാണ് അവിടെ നടക്കുന്നത്. ഇത് വട നമ്മൾ എയർ ഫ്രൈ ചെയ്യാൻ വെച്ചേക്കാണ്. രാത്രിയിലേക്ക് ഇത് ലൈറ്റായിട്ട് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഉള്ളിവടയും പിന്നെ സമൂസയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതും കൂടി ഒന്ന് ചൂടാക്കണം. എനിക്ക് പിൻസൺ കണ്ടോ സാധനം കണ്ടോ എനിക്ക് കണ്ടോ അല്ല, ഇത് ഇന്നത്തേക്ക് എനിക്ക് വ്ളോഗ് ചെയ്യാൻ വേണ്ടി കടന്നു വന്നതാണ്. വ്ളോഗ് ചെയ്യുന്നവർക്ക് മാത്രം കിട്ടുന്ന ഒരു സുവർണ അവസരം. എന്താ പറയാനുള്ളത് ഈ ഒരു അവസരത്തിൽ? എല്ലാം കൂടി കലർന്ന ഒരു ദിവസം, ഇങ്ങനത്തെ ഒരു ഓണം ഞങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരുമിച്ച് വന്നു. കഷ്ടകാലം ഒരുമിച്ച് വരികയെന്ന് കേട്ടിട്ടുള്ളൂ, പക്ഷെ ഇപ്പൊ കണ്ടു എല്ലാം ഒരുമിച്ചായിരുന്നു. ഇക്കിളിയേട്ടത്തി വരുന്നേ ഉള്ളൂ. അത് പറഞ്ഞാൽ മനസ്സിൽ ആൽബിന്റെ കൈ ഒന്ന് ചെറുതായിട്ട് ഡോറിന്റെ ഇടയിൽ പെട്ട് ചതഞ്ഞു. ഞാൻ അവൻ ഹോസ്പിറ്റലിലൊക്കെ പോയി ഡ്രസ് ചെയ്തിട്ടേ വരുള്ളൂ. ഇപ്പൊ ഇവിടുത്തെ സമയം അതെ കിക്കിളിയേടത്തിയാണ് ഞങ്ങളുടെ ഇനി. ഞങ്ങളുടെ കിക്കിളിയേടത്തി വരണേ ഉള്ളൂ. കിക്കിളിയേടത്തിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ 10-12 ആൾക്കാർ വെയിറ്റിംഗ് ആണ്. ഇതുവരെ പുള്ളി വന്നിട്ടില്ല. പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി ഡ്രസ്സൊക്കെ ചെയ്തിട്ടാണ്, ഡ്രസ് ഇൻ ദ സെൻസ് വൂണ്ടഡ് ഡ്രസ് ചെയ്തിട്ടാണ് വരണേ. ഇപ്പൊ തന്നെ ഇവിടെ 10:15 കണ്ടായി രാത്രി സമയം. ഞങ്ങളെപ്പോ പോകാനാണെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല കേട്ടോ. ലൗചിഹ്നമുള്ള മുട്ട ഇത് ഞാൻ മേഘനൊക്കെ അയച്ചു കൊടുക്കാം. ലൗചിഹ്നം ഫ്രം ബിൻസൺ. ഒരു 11:45 ആയപ്പോഴേക്കും ആൽബിനും ദിവ്യയും ഹൊസാമിക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും കേക്കിൻ്റെ കാര്യം ഓർത്തില്ല. ലാസ്റ്റ് മിനിറ്റ് അവർ എത്തി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടപ്പോഴാണ് ഐഷ
കേക്ക് എവിടെ എന്ന് ചോദിച്ചപ്പോഴാണ് ഞങ്ങളെല്ലാവരും ലിറ്ററലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേക്കിൻ്റെ കാര്യം ഓർത്തത്. അത് കഴിഞ്ഞിട്ടുള്ള വെപ്രാളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മെഴുകുതിരി അന്വേഷിക്കുന്നു, പിന്നെ ഞങ്ങളിങ്ങനെ ഒരു പൂത്തിരി പോലത്തെ ഒരു സാധനമുണ്ട് ക്യാൻഡിൽ, അതൊക്കെ അന്വേഷിക്കുന്നു. ഇതൊക്കെ കുത്തി വെക്കണം, കത്തിക്കണം, എന്തൊക്കെ പരിപാടിയാണ്. എല്ലാം ഭയങ്കര ഹറിബറിയായിരുന്നു, ടെൻഷനായിരുന്നു. കാരണം ഒരു വീട്ടിലേക്ക് കയറുന്നതിന് മുന്നേ ഇതെല്ലാം കഴിയണമല്ലോ. എക്സൈറ്റഡ് ആണോ? വളരെയധികം. വിൻസൺ എക്സൈറ്റഡ്. പാർക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ദിവ്യ മെസ്സേജ് ചെയ്യുന്നു. Happy birthday to you. Happy birthday. ക്ലേട്ടത്തി വന്നേ. എക്സ്പെക്ട് ചെയ്തില്ലല്ലോ. സത്യം പറയാലോ, നീ ഇത് എക്സ്പെക്ട് ചെയ്തിട്ട് നീ ഇത് ലാഗടിപ്പിക്കണമെന്നാണ് എന്റെ മൈൻഡിൽ കൂടെ പോയത്. എനിക്ക് 1-ാം തീയതി മനസ്സിലായി ഇത് ഇന്ന് ഈ പരിപാടി ഉണ്ടാവുമെന്ന്. പക്ഷെ ഞാൻ ഇന്ന് എക്സ്പെക്ട് ചെയ്തില്ല ഈ പരിപാടി. പിന്നെ ഇവിടെ നീ എക്സ്പെക്ട് ഇതിലായിരുന്നു എന്റെ മനസ്സ്. എല്ലാം മറന്നുപോയി. ഞാൻ ഓക്കെ അല്ലേ? എന്റെ മുടിയൊക്കെ ഓക്കെ അല്ലേ? നീ പൊളിയല്ലടാ. സന്തോഷിക്കണ്ടടി. ഇത് പള്ളിപണിയോ? ഞങ്ങളെല്ലാം വീഡിയോ എടുക്കുന്നേ. കത്തുന്നുണ്ടോടാ? ഇപ്പോഴാണ് ഇപ്പൊ ദോസാമിക്ക 10 പറയാനുണ്ട്. 10 പറയാനുണ്ട്. ആൽബിൻ ഇന്ന് സൈലന്റ് ആണ്. ആൽബിന്റെ കൈയൊക്കെ പോയതുകൊണ്ട് ആൽബിൻ ഇന്ന് വളരെയധികം സൈലന്റ്. വേദന എടുത്തിട്ടാണോ മിണ്ടാണ്ടിരിക്കണത്? അതെന്റെ ഞാനും പറഞ്ഞത് അല്ലേടി. ആൽബിന്റെ ആ പഴയ എനർജി ഒന്നും കാണാൻ കഴിയുന്നില്ല. ആൽബിൻ മൂഡ് സിങ്സ്. ഇവിടെ ഈ വീട്ടിലുള്ള എല്ലാവർക്കും മൂഡ് സിങ്സ്. നമ്മൾ ഈ വണ്ടിയിലാണ് പോകുന്നത്. ഒരു തിരിച്ചിടണോ അല്ലേ നമ്മളുടെ വണ്ടി? സീറ്റ് തിരിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതൊരു 9 സീറ്റർ വണ്ടിയാണ്. അതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. നീ തിരിച്ചോ? ഇത് മാറ്റിയിട്ട് ഇരിക്കാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യത്തെ വണ്ടി എടുത്തതോടുകൂടി നമ്മൾ പഠിച്ചു എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ നടക്കില്ല. അവിടുന്ന് കണ്ണ് കാണുന്നില്ല. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഈ ലൈറ്റിന്റെ ഉപയോഗം നമ്മൾ മനസ്സിലാക്കുന്നത്. പോരാതിന് ഇതിന്റെ വൈറ്റ് അടിക്കുന്നുണ്ട. മുഖത്തേക്ക് അടിച്ച് കത്തുന്നു. രാത്രി സമയം 12 1 മണിയോടെ എടുത്തിട്ടപ്പോഴാണ് നമ്മള് യാത്ര പുറപ്പെടാൻ പോകുന്നത്. 10 മണിക്ക് കിടക്കണ്ട ഞാന് 1 മണിയായി. സലീം കുമാർ എടപ്പള്ളി സ്റ്റോപ്പില്ല. എനിക്ക് എടപ്പള്ളി വരെ പേടി. നീ ആലുവയിലെ സ്റ്റോപ്പില് ഓടിക്കാക്കാട്
കാറ്റൊക്കെ പറന്ന് കയറിട്ട് എങ്ങനെ. ഈ അവസരത്തിൽ ദിവ്യക്ക് എന്താണ് പറയാനുള്ളത്? വണ്ണം കേട്ട അല്ലെങ്കിൽ വളവളന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ട്രിപ്പ് പോവാണ് ഗ്രീസ്. എവിടേക്കാണ് പോകുന്നത്? കാൻറ്റർബറി ആൻഡ് ഡോവർ. 2 സ്ഥലങ്ങളുണ്ട്. ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ തിരുവോണം നാളെ അവിടെയാണ്, വിത്ത് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഫുഡ്. സദ്യയൊന്നുമില്ല. പക്ഷെ നമ്മള് നാളെ സാരിയൊക്കെ കൊടുത്തൊരു ഫോട്ടോഷൂട്ടൊക്കെ എടുക്കണം എന്നൊരു പ്ലാനൊക്കെ ഉണ്ട്. നടക്കില്ല എന്നൊക്കെ തമ്പുരാനറിയാം. ആൽബിൻ എടുത്തിട്ടില്ല എന്നൊരു അപ്ഡേറ്റ് അറിയിച്ചിട്ടുണ്ട്. ആൽബിൻ എടുത്തിട്ടില്ല. വെരി ഗുഡ്. അപ്പൊ അവനെ നിർത്തി ഫോട്ടോ എടുക്കണ്ട, അവന് കൈ ചെയ്യത്തില്ല. നാരങ്ങയും കൊടുത്ത് ഫോട്ടോ എടുക്കാൻ കിക്കിളിയേട്ടത്തി വേണ്ട. കിക്കിളിയേട്ടത്തി ആ ഏട്ടത്തി വേണ്ട. നമുക്ക് മുണ്ടില്ലാത്തവരൊന്നും നമ്മള് ഗ്രൂപ്പിൽ കൊടുത്തതല്ല, എടുക്കുന്നത് അല്ലായിരിക്കും. അപ്പൊ ഇതാണ് ഞങ്ങളുടെ അപ്ഡേറ്റ്. ഇതാണ് ഡാർട്ട്ഫോർഡ് ക്രോസിങ്. ഇത് യൂഷ്വലി നമ്മൾ കെൻറ്റ് സൈഡിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഇത് ത്രൂ ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ ആ സൈഡിലേക്കൊക്കെ പോകുന്നത്. നമ്മുടെ തേംസ് റിവറിന് ക്രോസ് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്. ഇത് കൂടാണ്ട് ഒരു ടണലുണ്ട്, അണ്ടർ വാട്ടർ ടണൽ. അത് നമ്മൾ തിരിച്ച് കെൻറ്റിൽ നിന്ന് ലണ്ടൻ സൈഡിലോട്ട് വരുമ്പോൾ നമ്മൾ ആ ടണൽ ത്രൂ ആണ് വരുന്നത്. നമ്മളങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ എയർബിഎൻബിയിൽ എത്തിയിരിക്കുന്നു. മുടിയൊക്കെ ഇരിക്കണമെങ്കിൽ സോറി, ഇഗ്നോർ മൈ ഉറക്കം തൂങ്ങൽ. പിന്നെ ഫേസ് ഇരിക്കാൻ സോഫ, കാണാൻ TV, കഴിക്കാൻ ഡൈനിങ് ടേബിൾ, കഴിക്കാനിരിക്കാൻ ഡൈനിങ് ടേബിൾ, കുട്ടികളുടെ സീറ്റ്. ഇവിടെ കുട്ടികളാരുമില്ല. നമ്മളുടെ വിശാലമായ കിച്ചൺ, നോക്കാൻ കണ്ണാടി, ഇവിടെ ബാൽക്കണി. അവിടെ ആക്ച്വലി ബീച്ചാണ്, ഇരിക്കാൻ അങ്ങനത്തെ സീറ്റൊക്കെ ഉണ്ട്. നേരെ കാണുന്നത് ബീച്ചാണ്. നാളെ രാവിലെ കാണിച്ചു തരാം. കുറേ സ്റ്റാർസൊക്കെ ഉണ്ട്, പക്ഷെ കാണാൻ പറ്റില്ല. പക്ഷെ നല്ല സ്റ്റാർസ് ഉണ്ട് ഇവിടെ ഇന്ന്, ഭയങ്കര. പക്ഷെ ഇതിനകത്ത് കാണാൻ പറ്റില്ല. എൻ്റെ തൊണ്ടയൊക്കെ അടഞ്ഞു പോയി കേട്ടോ. സോ എനിക്ക് സംസാരിക്കാനുള്ള ശേഷിയും കാര്യങ്ങളൊന്നും ഇല്ല. ആൽബിന് മൊത്തത്തിൽ കഷ്ടകാലമാണ്. ആദ്യം കൈ, ഇപ്പൊ നടും തല്ലി വീണ്. ഞാൻ ഇത് ദിവ്യക്കും ഇതെനിക്കും പറഞ്ഞ് കിടക്കുന്നതും അനാവശ്യ കാര്യങ്ങൾ പറയാൻ നമ്മളങ്ങനെ എയർബിഎൻബിയിലെത്തി. ഇപ്പോൾ ഇവിടെ സമയം വെളുപ്പിന് 4 മണി 4:15 എൻ്റെ സൗണ്ടൊക്കെ പോയി കിടക്കുകയാണ്. എനിക്കിതേ ഫലം കൂടുതൽ സൗണ്ടിൽ സംസാരിക്കാൻ പറ്റില്ലേ. അപ്പോൾ ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഇനി ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ തലയിറങ്ങി വീഴും. നമുക്ക് രാവിലെ കാണാം, എണീക്കുമ്പോൾ കാണാം. ഫോട്ടോഷൂട്ടൊക്കെ എടുക്കണം എന്നൊരാഗ്രഹമുണ്ട് സാരിയൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ അത് നടക്കില്ല എന്നൊക്കെ നോക്കാം. ശരി, ഉറങ്ങി എണീച്ചിട്ട് കാണാം.